എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്നും പുതിയ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിരിക്കുകയാണ്. നേരത്തെ വന്നിരുന്ന നോട്ടിഫിക്കേഷനാണ്. അതിന്റെ വേക്കൻസി കൂട്ടി വീണ്ടും പുതിയ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പുതിയതായിട്ട് നമുക്ക് അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വീണ്ടും വിളിച്ചിരിക്കുന്നത്. ധാരാളം പോസ്റ്റുകളുണ്ട്, 14,000-ലധികം വേക്കൻസി ഉണ്ട്. അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പുതിയതായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ എല്ലാവർക്കും നല്ലൊരു അവസരമാണ്. ഇതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ടെക്നീഷ്യൻ പോസ്റ്റുകളാണ്. +2 സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളുണ്ട്. IT ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളുണ്ട്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിലെ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ടെലികമ്മ്യൂണിക്കേഷൻ, ഒന്നെങ്കിൽ 10ാം ക്ലാസ്സും ITയും, അത് അല്ലെങ്കിൽ +2 സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫിസിക്സും മാത്സും നിർബന്ധമായിട്ടും +2ൽ പഠിച്ചിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 കാർപ്പൻ്റർ ആണ്. IT ഉള്ളവർക്ക് അപേക്ഷിക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഡീസൽ ഇലക്ട്രിക്കൽ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ ഓർ പവർ ലിഫ്റ്റിംഗ്, ഇതെല്ലാം IT ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികകളാണ്. ഇപ്പോൾ താഴോട്ട് ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് 40ഓളം പോസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഈ 40 പോസ്റ്റുകളിലും 10ാം ക്ലാസ്സും IT ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിലേക്ക് +2 സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. +2 സയൻസ് വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന്റെ വേക്കൻസി പറഞ്ഞിരിക്കുന്നത്, വേക്കൻസിയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തും വേക്കൻസി ഉണ്ട്, ചെന്നൈ, ബാംഗ്ലൂരിലൊക്കെ വേക്കൻസി ഉണ്ട്. ഇതിൽ ബാംഗ്ലൂരിൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് 142 വേക്കൻസിയാണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. 337 വേക്കൻസിയാണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. ബാംഗ്ലൂരിലേക്ക് ടോട്ടൽ 337 വേക്കൻസി ഉണ്ട്. അടുത്ത ചെന്നൈയിലെ വേക്കൻസി നോക്കാം. ചെന്നൈയിലേക്ക് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത്, ചെന്നൈയിലേക്ക് ടോട്ടൽ വേക്കൻസി 2716 വേക്കൻസിയാണ് ചെന്നൈയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2716 വേക്കൻസി ചെന്നൈയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് തിരുവനന്തപുരം നോക്കാം. തിരുവനന്തപുരത്തേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, തിരുവനന്തപുരത്തേക്ക് ടോട്ടൽ വേക്കൻസി തിരുവനന്തപുരത്തേക്ക് മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 278 വേക്കൻസിയാണ് തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപേക്ഷിക്കാനായിട്ട്, പുതിയതായിട്ട് അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാനായിട്ടൊരു 15 ദിവസം നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ റെയിൽവേയുടെ സൈറ്റിൽ വന്നൊരു 15 ദിവസം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതാണ്. +2 സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികയുണ്ട്. മാത്രമല്ല ഏജ് ലിമിറ്റ് 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഇതിന് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ്. മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപേക്ഷിക്കാം. സോ അപേക്ഷിക്കാത്തവർ തീർച്ചയായും അപേക്ഷിക്കുക. അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടില്ല മറക്കരുത്. അതിൽ ഇതിന് സംശയം തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻസ് ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ ദ വീഡിയോ. വന്ദേ മാതരം.